പിണറായി വിജയനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ നാന്ദിയാണ് ഞാൻ കുറിക്കുന്നത് എന്ന് അൻവർ പറയുമ്പോൾ അത് UDF പൂർണ്ണമായും ഉൾക്കൊള്ളുമോ? പിണറായിയിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് പാർട്ടിക്കകത്തെ പിന്തുണ നഷ്ടമായത് എന്ന് അൻവർ പറയുന്നു. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഞാൻ ഇനി UDFനെ കൂടി ക്ഷണിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് കാര്യങ്ങൾ എളുപ്പമാകുമോ? ഇതൊരു ഐഡിയലോ ആയിട്ടുള്ള ഫൈറ്റായി മാറുമോ എന്ന് തോന്നുന്നു? ഇല്ല അഭിലാഷ്, ഞാൻ ഈ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് വാക്യത്തിൽ പ്രയോഗിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്ന പിണറായിസത്തിന്റെ ഏറ്റവും വലിയ വക്താവായി മൂർച്ചയുള്ള വാളായി പ്രവർത്തിച്ച ആളാണ് ശ്രീ അൻവർ. അദ്ദേഹം ഈ പാർട്ടിക്ക് പുറത്തു നിന്ന് ഇങ്ങനെ ഒരു ശക്തിയായി നിന്ന് പാർട്ടി നേതാക്കന്മാരെക്കാൾ ശക്തനായി കേരളത്തിൽ വിലസുകയും അതങ്ങനെ തുറന്നു പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം അതിന്റെ അതായത് ഒരു പടി കടന്ന് അദ്ദേഹം ഒരുപക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിക്കുകയും കൂടി ചെയ്യുന്ന ആളാണെന്ന് തെളിയിച്ചതാണ് അദ്ദേഹത്തിന്റെ ഈ സമീപകാലം ഒരു 5 മാസമായിട്ടുള്ള പ്രതികരണങ്ങളിൽ പലതും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞതിൽ വളരെ പ്രസക്തമായ ഒരു കാര്യം, പാർട്ടിക്കകത്തു നിന്ന് തന്നെ ചില ശക്തികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ ശശിക്കും അജിത് കുമാറിനും ഒക്കെ എതിരായിട്ടുള്ള ഒരു നീക്കത്തിന് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് പറഞ്ഞത് നമ്മളൊക്കെ അന്ന് സെൻസ് ചെയ്യുകയും നമ്മളൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്ത കാര്യമാണ്. പക്ഷെ അത് ഇത്ര ഉന്നതമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് ശശി, അജിത് കുമാർ, അവിടുത്തെ ഒരു പവർ കോക്കസിന്റെ ഒരു കോമ്പോസിഷൻ അതെങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള തിരിച്ചറിവ് ഇതൊക്കെ ഇല്ലാതെ പോയി എന്നുള്ളത് ഒരു തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ പരിമിതി നന്നായിട്ട് വിളിച്ചു കാണിക്കുന്ന ഒന്നുമാണ്. ഇപ്പോൾ അദ്ദേഹം VS ജോയിയെ സപ്പോർട്ട് ചെയ്യുക വഴി അദ്ദേഹം വീണ്ടും അതേ ഇമ്മച്യൂരിറ്റിയിലും എല്ലാം താനാണ് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് ഇപ്പോഴും മാറിയിട്ടില്ല എന്നും കൂടി വെളിവാക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം UDFിലേക്ക് ഉള്ള അദ്ദേഹത്തിന്റെ യാത്രയിലാണ്. അതില് അദ്ദേഹം തല കുനിക്കാൻ തയ്യാറാണെന്നുള്ളതിന്റെ തെളിവാണ് VD സതീശനോടുള്ള പരസ്യമായ മാപ്പ് ചോദിക്കൽ. UDFിന്റെ ഒരു കോമ്പോസിഷനിലും അവിടുത്തെ വോട്ടുകളൊക്കെ ഭിന്നിച്ചു പോകുന്നത് ഒഴിവാക്കാൻ അദ്ദേഹത്തെ കൂടെ നിർത്തണം എന്ന് അവര് തീരുമാനിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അതോടെ ലക്ഷ്യമിട്ടാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ ബിഷപ്പുമാരെ കണ്ട കാര്യം, മലയോര മേഖലയിൽ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ള അവരുടെ കഷ്ടപ്പാടുകൾ, അവരെ പരിഗണിക്കേണ്ട ആവശ്യകത, ഇതൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് തനിക്ക് ഇവരുടെയൊക്കെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് കുറച്ചുകൂടി ഉറപ്പുവരുത്താനുള്ള ശ്രമമല്ലേ അത്? തീർച്ചയായിട്ടും ആ വിഷയങ്ങളെ ഏറ്റെടുക്കുന്നവരോടുള്ള ഒരു പിന്തുണ ഈ സമുദായങ്ങൾക്കുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ആ വിഷയങ്ങൾ വളരെ പ്രകടമായി അൻവർ പറഞ്ഞപ്പോൾ അൻവറിനോടും അവർക്ക് അനുഭാവം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ UDFിലെ ഒരു നേതാവ് അത് പറയാൻ തയ്യാറായാൽ അവർ ആ നേതാവിന്റെ പിറകിലാണ് ഇവരൊക്കെ. ഇപ്പൊ VD സതീശനോ K സുധാകരനോ അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ അവരിപ്പോ അൻവർ ഉണ്ടെങ്കിലേ അത് ഞങ്ങൾക്ക് ബോധ്യമാകൂ എന്നൊന്നും ആ സമുദായം എടുക്കില്ല. അവർക്ക് അവരുടെ താല്പര്യങ്ങളും അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള മാർഗങ്ങളും മാത്രമാണ് അവർ നോക്കുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ കയറി നിൽക്കുകയാണ് അൻവർ ചെയ്തത്. അതിനെ ഞാൻ കുറച്ച് കാണുകയല്ല, അദ്ദേഹത്തിന് ആ നിലപാടൊക്കെ എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അല്ലാതെ അദ്ദേഹം അതിലൊരു അവിഭാജ്യമായ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണെന്ന് നമുക്ക് വിലയിരുത്താനും കഴിയില്ല. UDFിലെ നേതാക്കന്മാരൊന്നും അങ്ങനെ കരുതുകയുമില്ല. അപ്പൊ ഇപ്പോ ഇത് പ്രധാനമായിട്ട് അൻവറിന്റെ തന്നെ ഒരു വിഷയമാണ്. അദ്ദേഹം വിചാരിച്ചതുപോലെ ഒരു മൂന്നാം ശക്തിയായി വളരാനുള്ള കെൽപ്പില്ല എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഈ സമീപകാല തെരഞ്ഞെടുപ്പുകളുടെയും രാഷ്ട്രീയ പ്രതികരണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തില് അദ്ദേഹം ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശക്തിയൊന്നുമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ പാലിക്കേണ്ട ഒരു പക്വത അദ്ദേഹത്തിന് വന്നിട്ടില്ല. പിണറായിയോട് ചേർന്ന് നിന്ന് എന്തും പറയാമെന്നുണ്ടായിരുന്ന ഒരു ലൈസൻസ് അദ്ദേഹത്തിന് പിണറായിസത്തിൽ മാത്രമേ കിട്ടൂ എന്നുള്ള തിരിച്ചറിവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പിണറായിസത്തെ തള്ളി പറയുമ്പോൾ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം ധാർഷ്ട്യം ഒഴിവാക്കുകയും കൂടിയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ തിരിച്ചറിവും കൂടി അദ്ദേഹത്തിന് ഉണ്ടാവുമായിരിക്കും. അദ്ദേഹം വളരെ പരസ്യമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പക്വതയിലേക്ക് അദ്ദേഹം എത്തട്ടെ. അതെ അതെ, എന്തായാലും കാത്തിരുന്ന കാര്യമാണ്. നന്ദി ശ്രീ ജോസഫ് സി.